ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കണേ. അപ്പോൾ അത് വന്നപ്പോൾ നല്ല അടിപൊളി മാഞ്ഞാലി ബിരിയാണിയുടെ ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇന്നൊരു അടിപൊളി മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണം. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ, നമ്മൾ ഗരം മസാല ഈ പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടേനെയാണ്. അപ്പോൾ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരോടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർത്ത് മിക്സ് ചെയ്യണ്ട കേട്ടോ. നാരങ്ങനീര് ഇല്ലെങ്കിൽ തൈരാണെങ്കിലും മതി കേട്ടോ. നാരങ്ങനീര് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിൽ മതി. ഇതിലേതിലൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിനി കുക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് കുറച്ചായിട്ട് വളരെ കുറച്ച് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കൊന്ന് വേവിച്ചെടുക്കാനല്ലേ. അപ്പോൾ ഒന്ന് സൺഫ്ലവർ ഓയിലൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് പെരണ്ട് വരാനാണ് കേട്ടോ. ജസ്റ്റ് ഓയിൽ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കണേ. അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അതിനെ തിരിച്ചു മറിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കത് വെള്ളം ഒഴിച്ച് വേവിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിങ്ങനെ കൈ ഇടയ്ക്കിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കാരണം അത് ഫ്രൈ ആയി വരരുത് കേട്ടോ. ഇപ്പോൾ ഫ്രൈ ആയി വരരുത്, ജസ്റ്റ് ഒന്ന് വാടി കിട്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഉപ്പ് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ചിക്കനിൽ മസാല തേച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തേക്കണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട. നമുക്ക് അതിൻ്റെ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി അതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിൽ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബൗളിൽ മാറ്റി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലോട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചാണ് ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചില്ല കേട്ടോ, ഞാൻ മൊത്തമായിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട. കാരണം അത്യാവശ്യം വെന്ത ചിക്കനാണല്ലോ, പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി മറിച്ചെടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ചിക്കനൊക്കെ അങ്ങനെ വറുത്ത് കോരണ്ട് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു 3 വലിയ സവാള, അത്യാവശ്യം വലിയ സവാള തന്നെയാണ്, 3 ഞാൻ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 3 സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാകും കേട്ടോ. പിക്കായൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. എന്താണ് ചിക്കൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും മാഞ്ഞാലി ബിരിയാണി സാധാ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. എങ്കിൽ പിന്നെ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്ടോ. ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാ നെയ്ച്ചോറൊക്കെ വെക്കണ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മതി കേട്ടോ. പ്രത്യേകിച്ച് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട. അതും ഏകദേശം രാത്രി ആയിട്ടോ, ഏകദേശം സന്ധ്യയായ സമയത്താണ് കേട്ടോ ഉണ്ടാക്കണേ. കുഴപ്പമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം പിന്നെ എന്താണ് ഉണ്ടാക്കുമല്ലേ. അപ്പം എന്നൊരു വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചാണ് ഒരു വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നു. അപ്പോൾ നമ്മുടെ തക്കാളി സവാളയും പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണയൊക്കെ ഒന്ന് മാറി വന്നത്തേക്ക് നമുക്ക് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2-2.5 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മസാലപ്പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളവിടെ
ആദ്യം ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചാർന്ന വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സവാളയിലേക്കൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചാർന്ന ചിക്കൻ ഉണ്ടല്ലോ അതോടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല സെറ്റാകണം കേട്ടോ. മസാല അതിലേക്കൊക്കെ നല്ലോണം ഒന്ന് പൊതിഞ്ഞിരിക്കാൻ പാകത്തിന് സെറ്റായിരിക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്ത് കൊടുക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചാർന്ന വെള്ളം ഉണ്ടല്ലോ അത് മാത്രമേ നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളൂ. അപ്പം നല്ലോണം ഒന്ന് പൊതിഞ്ഞിരിക്കാൻ പാകത്തിന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം കറി നല്ലോണം ഒന്ന് തിളയ്ക്കണം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം കൂടി തിളപ്പിക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി നമ്മളത് മൂടി മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ ഇവിടെ സെറ്റായി വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റൈസ് സെറ്റാക്കാം കേട്ടോ. മാഞ്ഞാലി ബിരിയാണിയുടെ റൈസ് ഉണ്ടല്ലോ അത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് വറുക്കരുത്, കരിഞ്ഞ് പോകും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഒന്ന് എടുത്ത് കൊടുക്കാൻ. ഒത്തിരി ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 സവാള അരിഞ്ഞിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊന്നും ചേർക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് മുരിഞ്ഞിട്ടാൻ എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സവാളയും വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 5-6 അല്ലി എന്നൊക്കെ പറയില്ലേ, അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പിന്നെ പെരിഞ്ചീരം അങ്ങനെയൊക്കെയുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള നമ്മൾ റൈസ് 3 ഗ്ലാസ് അരിയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കണേ. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് കേട്ടോ. അപ്പം ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്താറുന്നത്. അപ്പം അതിന് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ആ തൊണ്ടോടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ അത് ഇവിടെ കഴുകി മാറ്റി വെച്ചാണ് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. കൈമ റൈസാണ് എടുത്തേക്കണം ഞാൻ. കൈമ റൈസാണ്, കുഞ്ഞരി ഉണ്ടല്ലോ, ജീരകശാല അരി എന്നൊക്കെ പറയില്ലേ, ആ അരിയാണ് എടുത്തേക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുത്ത് നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങയ്ക്ക് അവിടെ ഇപ്പോൾ എടുത്ത് കളയണ്ട കേട്ടോ. നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതിനെയാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് കളറ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കളറും കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ 2 ക്യാരറ്റ് ഉണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേനെയാണ് കേട്ടോ. അതോടെ ഇട്ടോടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആദ്യം മാറ്റി വെച്ചാൽ നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ ആദ്യം മാറ്റി വെച്ച് കൊടുത്താറിനെ അത് അതിലേക്ക് ബാലൻസ് ഉള്ളത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ റൈസും. അപ്പോൾ തന്നെ നമ്മൾ ആ മസാലയുടെ ഗ്രേവി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ചിക്കൻ വേവിച്ചാർന്ന ഗ്രേവി അതും ഒഴിച്ചു കൊടുത്ത് നല്ലോണം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് എടുക്കാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചാണ് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൈസും ചിക്കനും എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. രാത്രി അത്യാവശ്യം വെട്ടം കുറവൊക്കെയാണ് കേട്ടോ. അപ്പോൾ വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് സന്ധ്യ പിന്നെ അത് ഉണ്ടാക്കിയെന്ന്, ഒത്തിരി താമസിച്ചാണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഉണ്ടാക്കിയാലോ, എന്നാൽ പിന്നെ ഒരു വീഡിയോയും എടുത്താലോ എന്ന് വിചാരിച്ച് തന്നെയാണ്. കുറച്ചായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയൊക്കെ ആയിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൈസും ചിക്കനൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഒരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്.
എടുത്തു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ പറയണത്. എന്താണെന്ന് അറിയില്ല, വായന അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ കുറച്ച് നാളായാലോ വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് റൈസ് എടുത്തതിന് ശേഷം നമ്മളിതാ കണ്ടോ, അങ്ങനെ പാത്രം ഒന്ന് നല്ലോണം തിക്കാക്കി കൊടുക്കണം, ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ റൈസ് അങ്ങനെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാട്ടെ. ഇതിൻ്റെ ഇപ്പോൾ ഈ റൈസിൻ്റെ ഉള്ളിൽ ചിക്കനോ കാര്യങ്ങളൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. മാഞ്ഞാലി ബിരിയാണിയുടെ ഒപ്പം ഒന്നിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ചിക്കനും കാര്യങ്ങളും മസാല സെറ്റാക്കണേ. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ചിക്കനും വേറെ റൈസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ അതാ അതിന് ശേഷം നമ്മളിതാ ഇവിടെ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. ചിക്കൻ ഒരുപാട് ചാറായിട്ട് ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ വച്ചേക്കണത്. അപ്പോൾ അതാ ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ അതാ സാലഡ് എന്നല്ല സർലാസ് ഞങ്ങളിവിടെ സർലാസ് കച്ചമ്പറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയണേ. അപ്പോൾ അതാ കുറച്ച് കച്ചമ്പറ് ഇട്ട് കൊടുത്ത് പിന്നെ അതാ മെയിനായിട്ട് നാരങ്ങച്ചാറ്. നമ്മൾ ബിരിയാണിയുടെയും കാര്യങ്ങളുടെയൊക്കെ ഇപ്പോൾ മെയിനായിട്ടുള്ള ഐറ്റം ആണല്ലോ നാരങ്ങച്ചാറ്, അല്ലെങ്കിൽ ഈത്തപ്പഴ അച്ചാർ എന്തെങ്കിലും വേണം. അതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള നാരങ്ങച്ചാറ് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളങ്ങനെ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സെറ്റായി എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു രീതിയാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെയാണ് കേട്ടോ, എൻ്റെ വായിൽ വരുള്ളൂ. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചു കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്താണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ഇട്ടാലാണല്ലോ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.